നിനക്കപ്പോ തന്ത വൈബ് എന്ന് വെച്ചാൽ മെച്ചൂരിറ്റി ആണല്ലോ. അത് കഴിഞ്ഞ സന്നക്കുട്ടി പറഞ്ഞല്ലേ, അത് നീ അടുത്ത് അടിച്ച് അടിക്കണം. തന്ത വൈബ് എന്ന് പറയുന്ന ഒരു തരത്തില് മെച്ചൂരിറ്റി ആണല്ലോ അത് പിള്ളേർക്ക് റിലേറ്റ് ആവും. ഇപ്പൊ ഞാൻ പഴയ പാട്ട് കേൾക്കുമ്പോ കുറെ പേര് കളിയാക്കും. നിന്റെ ഫ്രണ്ട്സ് അങ്ങനെ പഴയ പാട്ടൊക്കെ കേൾക്കുമ്പോ എനിക്ക് പുതിയ പാട്ടിനെക്കാളും പഴയതാ ഇഷ്ടം. അല്ല, ഈ തന്ത വൈബ് മെച്ചൂരിറ്റി നല്ല പാട്ടായതുകൊണ്ട് അതാണ് ശരിയാണ്. അവിടെ തന്ത വൈബ് മെച്ചൂരിറ്റി ആണെന്ന് ട്രെൻഡായിട്ട് പറയുമ്പോൾ നിന്റെ പ്രായത്തിലുള്ള ആൾക്കാർ അംഗീകരിക്കുമോ? പിള്ളേർ പറയുമോ? കുറച്ച് പേരുണ്ട് അംഗീകരിക്കും. അവർക്ക് ഞാൻ അതേപോലത്തെ പാട്ടൊക്കെ റീൽ അയച്ചു കൊടുക്കും. കുറച്ച് പേര് നമ്മൾ എന്തടായത് നമ്മരെ എമിനം പരിപാടിയിലോട്ടൊക്കെ പോകും. ഞാൻ പണ്ട് കേൾക്കുമായിരുന്നു ഇംഗ്ലീഷ് പാട്ടൊക്കെ കേട്ടാ മെയിൻ അടിക്കാന്നുള്ളൊരു വൈബായിരുന്നു ശരിക്കും. പക്ഷെ അത് കുറച്ചാളെ ഭയങ്കരമായിട്ട് മടുക്കും. എന്നിട്ട് തിരിച്ചു പോയി മറ്റേത് കേൾക്കുമ്പോ ഒരു സുഖമല്ലേ, നമുക്ക് മനസ്സിലാവും നമ്മളിതല്ല. ഇപ്പൊ പല പ്രായത്തിലുള്ള തന്ത വൈബുകള് നമുക്കിത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ കൂടെ വൈബ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു ചേരില്ല വിടാ ഒപ്പം പിടിക്കാൻ വേണ്ടി കുറെ നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ എല്ലാരും ഒരു പ്രായത്തിൽ നോക്കണം. അല്ലടാ, ഒരു ഏറ്റവും സേഫ് പരിപാടി എന്താണെന്നറിയോ? പുതിയതിനെ കുറ്റം പറഞ്ഞ് ക്ലാസിക് റോക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് 80-90 അതാവുമ്പോ കഴിഞ്ഞല്ലോ, ഒപ്പം പിടിക്കണ്ട. അതുപോലെ മൈക്കിൾ ജാക്സൺ അവസാനിച്ച ഒരു അറിയാണ്, ബാക്കി പാട്ടിനെ കംപ്ലീറ്റ് പിടിച്ച് പറയാടാ MJ യുടെ പാട്ട് അത്ര പറഞ്ഞ് നമ്മള് ബുദ്ധിജീവിയാണ് അവിടെ.